ഓക്കെ. അപ്പോൾ ഹായ് ഓൾ. അപ്പം ഞാൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. അന്ന് ഞാൻ ഈ ഡ്രസ്സിനായിട്ട് തോന്നുന്നില്ലേ. ഓക്കെ. അപ്പോൾ ആസ്മി ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ. ഏകദേശം ഒരു 650ഓളം ക്വസ്റ്റ്യൻസ് ഇന്ന് ഉച്ചവരെയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്, എല്ലാം കൂടി പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു റിപ്പീറ്റഡ്ലി വരാത്ത ക്വസ്റ്റ്യൻസാണ് കുറച്ചുകൂടി സെലക്ട് ചെയ്തിട്ട് ഞാൻ എടുത്തേക്കുന്നത്. ഓക്കെ. അപ്പോൾ എൻ്റെ വീട് മട്ടാഞ്ചേരിയിലാണ്. മട്ടാഞ്ചേരിയിൽ പുതിയ റോഡിലാണ് എൻ്റെ വീട് വരുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ, വീട് മട്ടാഞ്ചേരിയിലാണ്. അപ്പോൾ ജിസ്മി റോജ് ചോദിച്ചിട്ടുണ്ട്, വാട്ട് ചൈൽഡ്ഹുഡ് മെമ്മറി മേക്സ് യു സ്മൈൽ. ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴത്തെ പിള്ളേർ പോലെയല്ല. നമ്മൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഞാനും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പിള്ളേരൊക്കെ കൂടിയിട്ട് ടയറൊക്കെ ഉരുട്ടാനൊക്കെ പോകും, ടയർ ഉരുട്ടി മത്സരിക്കാനൊക്കെ പോകും. അതൊക്കെ ഭയങ്കര രസമായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ഈ കുപ്പിപ്പാട്ട, ഈ പേപ്പർ, നോട്ട്ബുക്ക്, നമ്മുടെ പഴയ കഴിഞ്ഞ വർഷത്തെ നോട്ട്ബുക്സ് എല്ലാം കൊണ്ടുപോയിട്ട് നമ്മൾ ഈ കുപ്പിപ്പാട്ട അതിങ്ങനെ കൊണ്ട് തൂക്കിയൊക്കെ വിറ്റിട്ട് ആ പൈസയൊക്കെ പോയിട്ട് പൊറോട്ടയും ബീഫൊക്കെ കഴിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര ഓർമ്മയാണ്. പിന്നെ ഞാൻ ഈ പമ്പരം കറക്കി കളിക്കാൻ പോകുമായിരുന്നു. പട്ടം പറത്ത് ഞങ്ങളിവിടെ മട്ടാഞ്ചേരിയിലൊക്കെ ഈവനിങ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇല്ല തോന്നുന്നു, ഇപ്പോൾ മഴ സീസണാണ്. അല്ലാത്തപ്പോഴൊക്കെ പട്ടം പറത്താനൊക്കെ പോകും. അപ്പോൾ അതൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. യുവർ ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റ് ഇൻ ബിഗ് ബോസ്. കുറേ പേരുണ്ട്, ഒരാളെ മാത്രമായിട്ട് പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരാളായിട്ട് പറയുന്നില്ല. റസ്മിൻ, യു ആർ എ ജെനുവിൻ ഫ്രണ്ട്, ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു. ആരായിരുന്നു? റിഷാനിൽ 2004 ആണ് മെസ്സേജ് അയക്കുന്നത്. താങ്ക് യു റിഷാൻ. പിന്നെ ഇതെന്താ? ചിക്സു ഗെയ്ജിൻ. ഓക്കെ. യു ടോൾ യു വർ ക്ലോസർ ടു അർജുൻ ആൻഡ് ശ്രീതു ഇൻസൈഡ് യെറ്റ് ഔട്ട്സൈഡ് യു ആർ സപ്പോർട്ടിങ് നോറ ആൻഡ് ജാസ്മിൻ. ബ്രോ ആണെന്ന് വിചാരിക്കുന്നു. ശ്രീതുവും അർജുനായിട്ട് ക്ലോസ് ആണ്. അതുപോലെ തന്നെ ജാസ്മിനും നോറേനെയും ആയിട്ടും ക്ലോസ് ആണ്. അപ്പോൾ നോറേനും ജാസ്മിനും സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നോറയ്ക്ക് ഒരു പ്രാവശ്യം വോട്ട്, നോറ എവിക്റ്റ് ആവുന്ന എപ്പിസോഡിന് ആ സമയത്ത് നോറയ്ക്ക് ഭയങ്കര വോട്ട് കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് നോറയ്ക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടിട്ടത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഓരോ ദിവസം ഓരോ ആൾക്കാർക്ക് എന്താ പറയുക വോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മീൻസ് നമുക്കങ്ങനെ എല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കപ്പടിക്കണം എന്നൊരാൾ ആഗ്രഹമുണ്ട്, ആൾ കപ്പടിക്കാൻ ആഗ്രഹമുണ്ട്. കാരണം ആളത്രയും കഷ്ടപ്പെട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ജാസ്മിൻ കപ്പടിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. either ജാസ്മിൻ അല്ലെങ്കിൽ അർജുൻ കപ്പടിക്കണം എന്നാണ് ആഗ്രഹം. അരുണിമ അന്നാപ്പൻ, ചേച്ചി എനിക്ക് എന്ത് ഇഷ്ടമാണോ ചേച്ചീനെ ഉമ്മ. താങ്ക് യു അരുണിമ. അപ്കമിങ് പ്രൊജക്ട് പ്ലാൻ എന്താ? പന്തകുന്ദ്ര, സോറി. അങ്ങനെ അപ്കമിങ് പ്രൊജക്ട് പ്ലാൻസും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ ഒരു എന്താ പറയുക PhD എൻട്രൻസ് എക്സാം വന്നിട്ടുണ്ട്, എൻട്രൻസ് എഴുതണം, അതിന് പോകണം. പിന്നെ ആങ്കറിങ് ഒക്കെ പിടിക്കണം. അങ്ങനെ ഫിലിം ഫീൽഡുമായിട്ട് അങ്ങനെ വലിയ എനിക്ക് താല്പര്യമൊന്നുമില്ല. എന്നാലും കിട്ടിയാൽ ചെയ്യുവാൻ, അതായത് എനിക്ക് താല്പര്യമില്ല എന്നല്ല, എനിക്ക് അഭിനയിക്കാൻ അറിയുമെന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ടാണ് കിട്ടിയ എന്തെങ്കിലുമൊക്കെ എന്നെ ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അടുത്തത്, ചേച്ചീനെ ഇഷ്ടമാണ്. താങ്ക് യുടാ. ജാസ്മിൻ ഓർ അപ്സര ഓർ ശ്രീതു ഓർ നോറ, ഇതിലേറ്റവും ബെസ്റ്റ് റസ്മിൻ. ആരാണെന്നാണോ സ്നേഹ മറിയ സാമുവൽ ചോദിച്ചേക്കുന്നത്. ഇവരെല്ലാവരും എൻ്റെ ബെസ്റ്റാണ്, ഇവരെല്ലാവരും എനിക്കിഷ്ടമാണ്. ഭൂഷറ 5383. ഓക്കെ. ജാസ്മിൻ പുറത്ത് വന്നാൽ റസ്മിനും ഗബ്രിയും കൂടെ നിൽക്കുമോ? ഞാൻ 45 വയസ്സുള്ള ഒരു ഉമ്മയാണ്. ഹായ് ഉമ്മ. തീർച്ചയായിട്ടും ജാസ്മിൻ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ജാസ്മിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ആ കാര്യത്തിൽ ആർക്കും ഒരു ഡൗട്ട് വേണ്ട. പിന്നെ നേരത്തെ ചോദിച്ചാൽ അതേ കുട്ടി തന്നെയാണ്. വൈ ജാസ്മിൻ ഇസ് ടാർഗറ്റഡ് ഈസിലി, ഈവൻ അർജുൻ ഓൾസോ സ്റ്റാർട്ടഡ് കമൻറ്റിങ് ലൈക്ക് അതേഴ്സ്. ഞാൻ എപ്പിസോഡൊന്നും കാണുന്നില്ല, ലൈവൊന്നും കാണുന്നില്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ല. അർജുൻ അങ്ങനെ ടാസ്കിൻ്റെ ഇതിലായിരിക്കും അർജുൻ ചെയ്യുകയാണെങ്കിൽ, അല്ലാതെ അർജുൻ ചുമ്മാ അങ്ങനെ ആവശ്യമില്ലാണ്ട് ഹേർട്ട് ചെയ്യുന്നൊരു ടൈപ്പല്ല. ഇനി നീനുശ്രീ, ഇന്നത്തെ അർജുൻ ആസ് നോറ പെർഫോമൻസ് കണ്ടിരുന്നു. വാട്ട്സ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദാറ്റ്? ഞാൻ എപ്പിസോഡൊന്നും കണ്ടില്ല, പക്ഷേ റീൽസിൽ കണ്ടിരുന്നു. അർജുൻ വേറെ ലെവലായിരുന്നു. അർജുൻ ഇതേപോലെ തന്നെ ഒന്ന് ജാൻഡ് ചെയ്തപ്പോഴും അർജുൻ ഒരു ക്യാരക്ടർ കിട്ടിക്കാൻ മാക്സിമം അടിപൊളിയായിരുന്നു. അത് നോറേനൊക്കെ അവൻ നോറ എന്താണെന്നുള്ളത് ഭയങ്കരമായിട്ട് അറിയാവുന്നതാണ് ഞാൻ. അപ്പോൾ നോറ എക്സാക്റ്റ് എന്താണ് അത് അർജുൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര രസമുണ്ടായിരുന്നു, കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ആര്യ നാരായണൻ, പുറത്ത് വന്നപ്പോൾ ജാസ്മിനെ ഇഷ്ടമല്ലാത്ത പോലെ തോന്നി. അതെന്താ അങ്ങനെ ഒരു ഡയലോഗ്? പുറത്ത് വന്നിട്ട് ജാസ്മിനെ ഇഷ്ടമാണ്. കമോൺ, സി ജാസ്മിൻ ഇട്ട റിംഗ് ഇഷ്ടമാണ്. ബിബിൻ പി ബിജു, എബൌട്ട് അപ്സര ചേച്ചി. നല്ല അപ്സര ഏറ്റവും ഡിസേർവിങ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു.
ഈ സീസണിൽ. ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്, ഭയങ്കര ടാലൻറ്റഡ് ആണ്. എന്ത് ടാസ്ക് കിട്ടിയാലും അപ്സര സൂപ്പറായിട്ട് പെർഫോം ചെയ്യും. അതുപോലെ തന്നെ അപ്സര ഭയങ്കര എൻ്റർടൈനഡ് ആണ്. അതിനേക്കാൾ ഉപരി അപ്സര ഒരു നല്ലൊരു സുഹൃത്താണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അപ്സര കൂടെ ഉണ്ടാവും. ഭയങ്കര നല്ലൊരു സുഹൃത്താണ് അപ്സര. എനിക്ക് അപ്സരനെ എൻ്റെ ഫ്രണ്ടായിട്ട് കിട്ടിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. യെസ്. ഇനി ഫിനോബിയ സജീദ്, കാലിക്കറ്റ് വരുന്നുണ്ടോ? കാലിക്കറ്റ് എന്തായാലും ഞാൻ വരും തീർച്ചയായിട്ടും. നോറ അവിടെ ഉണ്ട്, അതുപോലെ തന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് അവിടെ ഉണ്ട്, അതുകൊണ്ട് കാലിക്കറ്റ് എന്തായാലും വരും. നിറോഷ വിനീഷ്, റസ്മിൻ്റെ എന്തായിരുന്നു, റസ്മിൻ്റെ ഫാദറിനെ കുറിച്ച് പറയാം. ഗൈസ് എന്നാൽ ഫാത്തിമ നദ, അബ്ബ എന്നാണ് വിളിക്കുന്നത്. അബ്ബ ഇവിടെ വീട്ടിലുണ്ട്. എന്താ അപ്പനെ കുറിച്ച് പറയേണ്ടത്? അങ്ങനെയൊക്കെ പോകുന്നു. യെസ്. ടെൽ us about ജാസ്മിൻ ദി പേഴ്സൺ. ആർത്യ ഓക്കെ. ജാസ്മിനെ അതിനകത്തുള്ള ആളെ എനിക്കറിയുള്ളൂ കേട്ടോ. പുറത്തത്തെ ജാസ്മിൻ എങ്ങനെയാണ് എന്തായിരുന്നു എന്നൊന്നും എനിക്കറിയില്ല. അതെനിക്ക് എന്തായിരുന്നു എങ്ങനെയാണെന്നുള്ളത് അറിയേണ്ട ആവശ്യമില്ല. അകത്ത് എങ്ങനെയായിരുന്നു അത് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അകത്തുള്ള ജാസ്മിൻ ഭയങ്കര ബോൾഡാണ്, ഭയങ്കര സ്ട്രോങ് ആണ്, ഡെഡിക്കേറ്റഡ് ആണ്. ചില സമയത്ത് അവളൊരു പൊട്ടിയും കൂടിയാണ്. കാര്യങ്ങൾ ചില സമയത്ത് അവൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അവൾക്ക് എപ്പോഴും അവൾ ഒരു ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആളാണ്, എപ്പോഴും ഡിപ്പെൻഡായിട്ട് നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു, ഞാൻ കാണുന്ന റീൽസിലൊക്കെ വെച്ച് കാണുമ്പോൾ അവൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. അവൾ ഒറ്റയ്ക്ക് വിഷമിച്ചിരിക്കുമ്പോൾ ഒക്കെ കാണുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട്. അവൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയർ, നല്ല രീതിയിൽ തന്നെ ഗെയിം ചെയ്യുന്നുണ്ട്. യെസ്. ഒരു ഹായ് തരാമോ? ഹായ് നന്ദൂസ്, ഒരുപാട് ഇഷ്ടമാണ് നിന്നെ, അതുപോലെ ജാസ്മിനെ, നീയും ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്. താങ്ക് യു. അതായിരുന്നു നിസ. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് മൂവി? ഫേവറേറ്റ് മൂവി അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ഉണ്ട് ഫേവറേറ്റ് മൂവി. എനിക്ക് തമിഴിലാണെങ്കിൽ പയ്യ ഭയങ്കര ഇഷ്ടമാണ്. മലയാളത്തിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് നല്ല ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് മറ്റേ മറ്റേ നമ്മുടെ നിമിഷ വിജയൻ്റെയും സുരാജ് വെഞ്ഞാറമൂടിൻ്റെ മൂവിയില്ലേ, മറ്റേ ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മൂവി. അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഭയങ്കര എന്താ പറയുക, നല്ലൊരു മെസ്സേജ് ഓഡിയൻസിന് കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മൂവി എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ അടുത്തത് വാട്ട് ഈസ് യുവർ ഫേവറേറ്റ്? അത് പറഞ്ഞല്ലേ, ജാസ്മിൻ ഓർ അർജുൻ ഫേവറേറ്റ്? രണ്ടുപേരും എൻ്റെ ഫേവറേറ്റ് ആണ്. യെസ്. അതിലെനിക്ക് എൻ്റെ അർജുൻ ഈസ് ലൈക്ക് മൈ ബ്രദർ. എനിക്കാണ് ഭയങ്കര ആ കാര്യത്തിൽ എപ്പോഴും എന്തായാലും അർജുൻ്റെ കൂടെ എന്തായാലും ജാസ്മിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ അർജുനും ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, അർജുനും ഇറങ്ങിക്കഴിഞ്ഞാൽ അർജുനും ശ്രീതുമായിട്ടുള്ള ട്രിപ്പൊക്കെ പോകും. അതെന്തായാലും പോകും ഗൈസ്. സോ ആ കാര്യത്തിൽ നോ ഡൗട്ട്സ്. വൈകാരഞ്ജൻ, ബിഗ് ബോസിൽ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അടിപൊളി എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും പറ്റുകയാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് പഠിക്കും, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കും, ആൾക്കാരെന്താണെന്നുള്ളത് മനസ്സിലാവും, എങ്ങനെ നിൽക്കണം എന്നുള്ളത് മനസ്സിലാവും. അങ്ങനെ നമുക്ക് നമ്മുടെ ലൈഫിൽ ഏത് പ്രതിസന്ധി വന്നാലും നമുക്ക് തരണം ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ്. പിന്നെ നമ്മളെന്താണെന്നുള്ളത് നമുക്കൊരു തിരിച്ചറിവ് തരുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ്. സോ എല്ലാവരും ഡെഫിനറ്റ്ലി യു ഹാവ് ടു ട്രൈ ദിസ്. റസ്മിൻ, നീ ഇറങ്ങുമ്പോൾ ജാസ്മിൻ റിംഗ് തന്നില്ലേ, അത് ഗബ്രിക്ക് കൊടുക്കാനാണോ? നോ, അത് ഗബ്രിക്ക് കൊടുക്കാനല്ല അവൾ എനിക്കുന്നത്. അത് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഫിനാലേക്ക് ഞാൻ പോയിട്ട് അവൾക്ക് തന്നെ ചിലപ്പോൾ തിരിച്ചു കൊടുക്കുമായിരിക്കും. അവൾ മേടിച്ചില്ലെങ്കിൽ എൻ്റെ കയ്യിലുണ്ട്. എന്താ നിമി സുബി, എപ്പോഴാണ് റീ എൻട്രി? എല്ലാവരും കയറില്ലേ? എല്ലാവരും കയറും ഗൈസ്. എല്ലാവരും റീ എൻട്രി ഉണ്ടാവും. എനിക്കൊന്നാണ് അടുത്ത ആഴ്ച മുതൽ റീ എൻട്രി സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും കയറും. ഞാൻ 11-ാം തീയതി ആയിരിക്കണം കയറുന്നത്. ഇനി വൈശാഖ്, ഇൻ വിച്ച് ഫീൽഡ് യു ആർ ചൂസിങ് കരിയർ ആഫ്റ്റർ ബിഗ് ബോസ്, എൻ്റർടൈൻമെൻറ്റ് ഓർ ഇൻ അക്കാഡമിക്? യെസ്. അക്കാഡമിക്കിൽ ഞാൻ PhD എൻട്രൻസ് എക്സാം എഴുതാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം, എൻട്രൻസ് ഒന്ന് ക്രാക്ക് ചെയ്ത് കിട്ടിയാൽ രക്ഷപ്പെടും. PSC എഴുതി, പക്ഷേ PSC അല്ല, PhD എൻട്രൻസ് എക്സാം എഴുതിയിട്ട് അത് കുറച്ച് നാളുണ്ടാവും. പക്ഷേ അതിൻ്റെ കൂടെ എൻ്റർടൈൻമെൻറ്റ് ഫീൽഡ് ഞാൻ ഫോക്കസ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് ആങ്കറിങ് പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഹേയ് ബിഗ് ഫാൻ, വേർ ആർ യു നൗ? ഷിഫ മുഹമ്മദ്, ഹായ് ഷിഫ, ഞാനിപ്പോൾ കൊച്ചിയിലാണ്. സുഖമല്ലേ? ഹായ്, സുഖമാണ്. അർജുനെ പറ്റി എന്താണ് തോന്നുന്നത്? അർജുൻ ഭയങ്കര അടിപൊളി സൂപ്പർ മനുഷ്യനുമാണ്, നല്ല ഗെയിമറുമാണ്. ചേച്ചി Kick68, ചേച്ചി ശരിക്കും ഗബ്രി എന്ന പേഴ്സണെ മനസ്സിലാക്കിയിട്ടില്ല. BB ഹൗസിൽ ഗബ്രിയുടെ വിഷമങ്ങൾ കേൾക്കാൻ ആരുമില്ല. അങ്ങനെയാണോ?
അറിയില്ല, ഞാൻ നിന്നിടത്തോളം അവൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ജെനിഫർ ജോജോ, ക്യാൻ യു സേ മീ ഹൗ വാസ് യുവർ ഫ്രണ്ട്ഷിപ്പ് വിത്ത് ജാസ്മിൻ ആൻഡ് ഗബ്രി? ലൈക്ക് അതിൽ ഇനി എന്താ പറയാനുള്ളത്? അവരുടെ കാര്യങ്ങളിൽ എന്താ പറയുക, ജാസ്മിനും ഗബ്രീൻ്റെ കൂടെ ഞാൻ നിന്നിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെയാണ് അവരുടെ കൂടെ നിന്നിട്ടുള്ളത്. ഇനിയും അവരുടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ കൂടെ ഉണ്ടാകും. ജാസ്മിൻ ഫാമിലിയായി കോണ്ടാക്റ്റ് ഉണ്ടോ? ജാസ്മിൻ്റെ ഉപ്പാനെ ഞാൻ വിളിച്ചു സംസാരിച്ചിരുന്നു. യെസ്. മിസ്റ്റർ ജസി, ബിഗ് ബോസ് കണ്ടു ഞാൻ നിങ്ങളെ ബിഗ് ബോസ് കണ്ടു ഞാൻ നിങ്ങളെ എല്ലാവരും ഫാനായി മാറി. എനിക്ക് മീറ്റ് ചെയ്യണം എന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. യു ആൻഡ് ജാസ്മിൻ. തീർച്ചയായിട്ടും മീറ്റ് ചെയ്യാലോ ബ്രോ, കൊച്ചിയിലേക്ക് വായോ, നമുക്ക് മീറ്റ് ചെയ്യാം. അടുത്ത ഡൈനാമിക്സ് ഡോസേജ്. ജിൻഡോ ബ്രോനെ കുറിച്ച് മോശമായി പറഞ്ഞാൽ മട്ടാഞ്ചേരി മോളെ നിന്റെ ജീവൻ അങ്ങ് എടുക്കും. സോറി ബ്രോ, സോറി ഡൈനാമിക്സ് ഡോസേജ്. ജിൻഡോ ബ്രോനെ കുറിച്ച് ഞാൻ ജിൻഡോ ബ്രോൻ്റെ പുറത്തുള്ള ജിൻഡോ ബ്രോനെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ അകത്തുള്ള ജിൻഡോ ബ്രോൻ്റെ ഗെയിം എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂസിലും കാര്യങ്ങളും ചോദിക്കുമ്പോൾ എങ്ങനെയായിരുന്നു ജിൻഡോ ബ്രോ എന്ന് ചോദിക്കുമ്പോൾ അകത്ത് ഞാൻ കണ്ടത് എന്താണോ, അകത്ത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് എന്താണോ അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ. അർജുനസ് നോറ ആയത് കണ്ടിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു? കണ്ടിരുന്നു, സൂപ്പറായിരുന്നു, ഒന്നും പറയാനില്ല. മുഹമ്മദ് ബിലാൽ, അർജുൻ ശ്രീതുവും നിങ്ങളും ഒരുമിച്ച് ഇൻ്റർവ്യൂ കൊടുക്കുമോ? ആരെങ്കിലുമൊക്കെ വിളിച്ചാൽ, ഇൻ്റർവ്യൂവിന് 3 പേരെ ഒരുമിച്ച് വിളിച്ചാൽ എന്തായാലും കൊടുക്കും. ഇന്നത്തെ ടാസ്കിൽ ആരാണ് നല്ല രീതിയിൽ ചെയ്തത് എന്ന് തോന്നുന്നത്? ഈ മറ്റേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയിട്ടുള്ളതാണെങ്കിൽ ഓഫ് കോഴ്സ് അർജുൻ തന്നെയാണ്. ഹായ്, ബിഗ് ബോസ് ഹൗസിൽ ആരാണ് കൂടുതൽ ഇഷ്ടം? അങ്ങനെ ഒരാളുടെ പേര് മാത്രം പറയാൻ പറ്റില്ല. കുറേ പേരുണ്ട്, കുറച്ച് പേരുണ്ട് ഇഷ്ടമുള്ളത്, അതുകൊണ്ട് അങ്ങനെ എല്ലാവരും പറയാൻ പറ്റില്ല. പക്ഷേ ഇഷ്ടമുള്ള ആൾക്കാരെ ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരുടെ പേര് പറയാം. ജാസ്മിൻ, നോറ, അതുപോലെ തന്നെ ശ്രീതു, അർജുൻ, അപ്സര, ഗബ്രി, ശരണി. പിന്നെ ആരാണ്? ചേച്ചി എൻ്റെ ഫ്രണ്ട് ആകുമോ? എൻ്റെ നെയിം ആൻമരിയ എന്നാണ്. ഒരു ഹായ് പറയൂ. ഹായ് ആൻമരിയ. ഹൂ ഈസ് യുവർ ക്ലോസറ്റ് മനസ്സിലായില്ലേ? ക്ലോസ് ഫ്രണ്ട്. എൻ്റെ പൊന്നെ. ഇൻ ബിഗ് ബോസ് നോറ, ജാസ്മിൻ, ശ്രീതു, അർജുൻ. ശ്രീതുവിൻ്റെ അർജുനേക്കാളും കൂടുതൽ ക്ലോസ് ആയിട്ടുള്ളത് നോറേനായിട്ടും ജാസ്മിനായിട്ടും തന്നെയാണ്. പക്ഷേ അതായത് ഡിഫറെൻറ്റ് ബോണ്ടാണ് എല്ലാവരുമായിട്ട്. മീൻസ് ഇപ്പം നമുക്ക് ഒരാളുടെ അടുത്തുള്ള ബോണ്ട് ആയിരിക്കില്ലല്ലോ ഇപ്പുറത്തുള്ള ഫ്രണ്ടിനായിട്ട്. അപ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ്, അവരും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ എനിക്ക് അറിയാവുന്നത് കാര്യങ്ങൾ, ഏറ്റവും കൂടുതൽ അറിയാവുന്ന കാര്യങ്ങൾ ജാസ്മിൻ്റെയും നോറയുടെയും തന്നെയാണ്. ജാസ്മിനെ മിസ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് ജാസ്മിനെ മിസ് ചെയ്യുന്നുണ്ട്, എനിക്ക് നോറേനെ മിസ് ചെയ്യുന്നുണ്ട്, എനിക്ക് അർജുനെ മിസ് ചെയ്യുന്നുണ്ട്, എനിക്ക് ശ്രീധുവിനൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. അവരും ഇടയ്ക്ക് എന്നെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞു എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് ഹൗസിലേക്ക് കയറിയാൽ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പോൾ. അർജുൻ കുറേ എക്സ്പ്ലോർ ചെയ്യാനുള്ള ചാൻസ് മിസ്സാക്കി കളഞ്ഞ പോലെ ഉണ്ട്. സോളോ ഗെയിം പൊളിച്ചേനെ. മനസ്സിലായില്ല. ഓക്കെ. ഭാരത് കി ബേട്ടി, എ കമൻറ്റ് ഓൺ അർജുൻ ആസ് ഹൊറൈൻ. എന്താ പാരക പ്രവേശന ടാസ്ക് അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. അർജുൻ ജാസ്മിനെ ഒക്കെ പൊളി വൈബാണ്, എപ്പോഴും അങ്ങനെ നിൽക്കട്ടെ. യെസ്, എപ്പോഴും അങ്ങനെ നിൽക്കട്ടെ. അവർ ഭയങ്കര എൻ്റർടൈനിങ് ആണ് അർജുനും ജാസ്മിനൊക്കെ. ഇത് സെയിം ആൾ തന്നെ കേട്ടോ, സാപ്പിയൻറ്റ്. പുറത്ത് നിന്ന് കാണുമ്പോൾ ഫ്രണ്ട്സിനെ നല്ലപോലെ മനസ്സിലാക്കാൻ പറ്റിയ. പുറത്തുനിന്ന് കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ ഗെയിം കണ്ടിട്ടില്ല ഞാൻ, റീൽസിൽ മാത്രമേ കാണുന്നുള്ളൂ. എനിക്ക് അവരെ ഞാനുള്ളപ്പോൾ അതിൻ്റെ അകത്ത് എങ്ങനെയായിരുന്നു അതുപോലെ എനിക്ക് അവരെ കണ്ടാൽ മതി. അല്ലാതെ വേറെ ഗെയിം കണ്ട് അങ്ങനത്തെ ഒരു പുറത്തുള്ള ആറ്റിറ്റ്യൂഡിൽ കാണുമ്പോൾ ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അകത്ത് നടക്കുന്നത് പകുതിയും എഡിറ്റ് ചെയ്തിട്ടാണ് പുറത്തേക്ക് വരുന്നത്. എഡിറ്റ് മീൻസ് ഫുള്ളും കാണിക്കാതെയാണ് വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. പഴയ എൻട്രി ടൈം ആറ്റിറ്റ്യൂഡുള്ള അർജുനെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയണം. എന്താ വ്യത്യാസം? ഓക്കെ. ബിഗ് ബോസ് ആര് വിന്നർ ആകണമെന്നാണ് ആഗ്രഹം? എൻ്റെ ആഗ്രഹം ജാസ്മിൻ വിന്നർ ആവണമെന്നാണ്. കാരണം ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ളത് ജാസ്മിനാണ്. ജാസ്മിൻ ഓർ അർജുൻ. അർജുൻ നല്ലപോലെ സ്ട്രെസ്ഡ് ആയിരുന്നു യെസ്റ്റർഡേ. തീർന്നാൽ മതി എന്നൊക്കെ. അതിൻ്റെ അകത്ത് സ്ട്രെസ്സാണ്, ഭയങ്കര സ്ട്രെസ്സാണ്, നിങ്ങൾക്കത് അറിയില്ല. അടുത്തത് ലച്ചു ഈസ് ഹിയർ. ഹായ് ലച്ചു. ഹലോ ചേച്ചി, ബിഗ് ബോസ് സീസൺ 6 തുടക്കം മുതൽ ഇപ്പോൾ വരെയും സ്നേഹം മാത്രം. താങ്ക് യു ലച്ചു. നിനക്ക് ജിൻഡോയെ ഇഷ്ടമാണോ? ക്യൂൻ ഓഫ് അമ്മു. ജിൻഡോ ബ്രോയുടെ ഗെയിമിനാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്. അവിടെ ജിൻഡോ ബ്രോ ചെയ്യുന്ന പെർഫോമൻസ്, ചെയ്യുന്ന രീതികളാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്. അല്ലാതെ പുള്ളിയായിട്ട് എനിക്ക് പേഴ്സണലി വേറൊരു പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല.
അടുത്തത് ബിഗ് ബോസിൽ ഫേവറേറ്റ് ആൻഡ് കംഫർട്ട് ആയിട്ടുള്ള 5 ആൾക്കാരെ പറയാൻ പറഞ്ഞാൽ ആരൊക്കെ പറയും? പറഞ്ഞാലോ? ജാസ്മിൻ, നോറ, ശ്രീതു, അർജുൻ, അപ്സര. വീക്കസ്റ്റ് കണ്ടസ്റ്റന്റ് ആണ് താൻ BBയിൽ. പവർ റൂം കൊണ്ട് എത്ര നാൾ പിടിച്ചു നിന്നു? എന്താ അനേഫ് 09. അങ്ങനെയാണോ? വീക്കസ്റ്റ് കണ്ടസ്റ്റന്റ് ആയിരുന്നു. അത് നിങ്ങളുടെ അഭിപ്രായമാണ്, ഞാൻ അതിനെ മാനിക്കുന്നു. ഓട്ടം ക്രിസ്മസ്. വൈ യെല്ലിങ് അറ്റ് പീപ്പിൾ ഡസിൻ മേക്ക് യു സ്ട്രോങ്? ടോക്കിംഗ് സെൻസിബിളി ഡസ് വിച്ച് മീൻസ് ലാക്ക് വെരി മച്ച്. വിച്ച് യു ലാക്ക് വെരി മച്ച്. ഷൗട്ട് ചെയ്യുന്നതൊക്കെ ബ്രോ നമ്മളതിൻ്റെ അകത്ത് എന്തൊരു സൗണ്ട് ഷൗട്ട് ചെയ്യുന്നത് നമ്മൾ അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. ആരാണെങ്കിലും നിങ്ങളവിടെ വന്ന് നോക്കുമോ, നിങ്ങൾ വന്ന് നിന്ന് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇത് എത്ര പ്രാവശ്യം പറയണേ ഞാൻ. അടുത്തതാണ് പെൻസിൽ ആർട്ട്. യു ജസ്റ്റിഫൈഡ് ദ റേസിസ്റ്റ് കമൻറ്റ്സ് മെയ്ഡ് ബൈ ജാസ്മിൻ അബൌട്ട് ജിൻഡോ. ഡു യു നോ വാട്ട് റേസിസം ആൻഡ് കാസ്റ്റിസം ഇസ്? ഞാനിപ്പോൾ ജസ്റ്റ് ബ്രോ സോറി, എനിക്ക് ഏതാ ഇൻസിഡൻ്റ് എന്ന് മനസ്സിലാവുന്നില്ല. സാദിയ, പിന്നെ ശ്രീജുൻ ഫ്രണ്ട്ഷിപ്പ് പുറത്തിറങ്ങുമ്പോൾ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും ഞാനും ആഗ്രഹിക്കുന്നുണ്ട്, അത് നിലനിൽക്കും. തോയിബ ഹസീം, ജിൻഡോ പറഞ്ഞിരുന്നു നിങ്ങൾ റസ്, ജാസ്, നോറ, ഗബ്രി ഒക്കെ പുറത്തു നിന്ന് ടീമായി വന്നതാണ്. റസ്മിൻ അയാളെയും വിളിച്ചു? നോ ബ്രോ, അത് ജിൻഡോ ബ്രോൻ്റെ കുക്ക്ഡ് അപ്പ് സ്റ്റോറീസ് ആണ്. പുള്ളി ഇങ്ങനെ ടാസ്ക് കിട്ടുന്ന സമയത്ത് പുള്ളിക്ക് ഹൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പുള്ളി ഇങ്ങനെ നല്ല മീൻസ് പുള്ളിയുടെ ഗെയിമാണത്. പുള്ളി ആ സമയത്ത് പല കാര്യങ്ങളും പറയും. അത് ഇതൊക്കെ പുള്ളിയുടെ കുക്ക്ഡ് അപ്പ് സ്റ്റോറീസ്. ഇതുപോലെ കുറേ സ്റ്റോറീസ് പുള്ളിയുടെ ഉണ്ട്. എന്നിട്ട് ഗെയിം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പുള്ളി പറയും ഞാൻ കള്ളം പറഞ്ഞതാണ്, അതെൻ്റെ ഗെയിമാണ്, ഞാൻ ആ സമയത്ത് അങ്ങനെ ചെയ്തു, അതിന് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചോദിക്കും. സോ ഇതെല്ലാം കുക്ക്ഡ് അപ്പ് സ്റ്റോറീസ് ആണ് ഗൈസ്, അതിലൊന്നും ആരും വിശ്വസിക്കേണ്ട. ഔട്ടായപ്പോൾ വിഷമമായോ? ഔട്ടായപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷമമൊന്നും ആയില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ലാൽ സാറിൻ്റെ ബർത്ത്ഡേ എപ്പിസോഡിൽ ഇറങ്ങാൻ പറ്റി. അപ്പോൾ ആ കാര്യത്തിലൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും മിസ് ചെയ്യുന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. അടുത്തത് ഷിൻഷാദ്, കിഡു പ്ലെയർ ആയിരുന്നു, നിങ്ങളെ അവർ യൂസ് ആക്കിയത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. 24/7 കണ്ടവർക്ക് മനസ്സിലാവും. എന്നെ ആര് യൂസ് ആക്കി എന്നാണ് പറയുന്നത്? ഫ്രണ്ട്സ് എന്നുള്ള സംഭവത്തിലാണോ പറയുന്നത്? അറിയില്ല ബ്രോ. ആൻഡ് മൈ ക്രഷ്, താങ്ക് യു. മോസ്റ്റ് ഫേവറേറ്റ് ആൻഡ് ലവിങ് പേഴ്സൺ ഇൻ BB ഹൗസ്. കുറച്ച് പേരുണ്ടാവും, ഒരാളെ മാത്രം പറയാൻ പറ്റില്ല. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ആർ യു എ ബൈസെക്ഷൽ? സ്റ്റാറി വിൻഫ്ലവർ, കം ഓൺ ബ്രോ. ഇപ്പോൾ എൻ്റെ ജെൻഡർ എന്താണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ സെക്ഷുവാലിറ്റി എന്താണെങ്കിലും ആരും ബോധർ ചെയ്യുന്ന കാര്യമില്ല. മീൻസ് ആ ഹൗസിൽ അതിന് ബോധർ ചെയ്യുന്നതല്ലേ. ഞാനിപ്പോൾ ശ്രീധുനോട് ഒരു ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് എൻ്റെ ജെൻഡർ മാറിയോ? ഒന്നുമില്ല. ക്രഷ് ഇസ് ലൈക്ക് പ്രേമമല്ല. ക്രഷ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇഷ്ടം തോന്നുക. അത് നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിൽ സെയിം ജെൻഡറിലുള്ള ആൾക്കാരോട് ക്രഷൊക്കെ തോന്നിയിട്ടുണ്ടാവും. ചിലപ്പോൾ അത് നമുക്കത് മനസ്സിലാവാത്തതുകൊണ്ട് അറിയാത്തതുകൊണ്ടായിരിക്കും. കമ്മോൺ. റീഎൻട്രി ഡേറ്റ് 11-ാം തീയതി ആയിരിക്കും. മിസ്സിസ് എയിം കില്ലർ, ഹായ് റസ്മിൻ എത്താത്തൊരു ഹായ് തരുമോ? ഹായ് എയിം കില്ലർ. ഫാത്തിമ മുഫീദ, നല്ല ചുരിദാറൊക്കെ ഇട്ടിട്ട് ഉള്ള ഫോട്ടോസ് ഉണ്ടോ നിൻ്റെ? ചുരിദാറൊക്കെ ഇട്ടിട്ടുള്ള ഫോട്ടോ എനിക്ക് തോന്നുന്നു എൻ്റെ FB പേജിൽ കിടക്കുമായി. എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ മാരേജിൻ്റെ സമയത്ത് എന്തോ ചുരിദാറൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നീട് ഞാൻ ആ ട്രാക്ക് അങ്ങോട്ട് മാറ്റി പിടിച്ചു. രേവ എന്താ പറയുന്നത്? ഫ്രണ്ട്ഷിപ്പ് കാരണം ഔട്ടായത് എന്ന് പറയുന്നു, പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? എനിക്കും അങ്ങനെ തോന്നുന്നില്ല. മീൻസ് അവിടെ നിന്ന് പോകുമ്പോൾ ഔട്ടാവൽ ഇതിൻ്റെ ഈ ഗെയിമിൻ്റെ ഭാഗമാണ്. വോട്ട് കുറഞ്ഞതിന് നമ്മൾ ഔട്ടാവും. അത് ഫ്രണ്ട്ഷിപ്പ് കാരണമാണെന്ന് ഞാൻ അങ്ങനെ പറയുന്നില്ല. മീൻസ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ നിന്നു, അതിലെനിക്ക് തെറ്റും തോന്നുന്നില്ല. പ്ലീസ് ടെൽ ശ്രീജുൻ ദാറ്റ് ദേ ആർ ദ മോസ്റ്റ് ലൗഡ് കോംബോ ആൻഡ് ടെൽ ദം ഡോണ്ട് ഫൈറ്റ് വിത്ത് ഈച്ച് അതർ. അവരോട് ഞാൻ ഇറങ്ങുമ്പോൾ പറഞ്ഞ വാക്കിയതാ, തല്ല് പിടിക്കരുത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് തുറന്ന് പറയണം. അപ്പോൾ അവരോട് എന്തായാലും തീർച്ചയായിട്ടും അറിയിക്കുന്നതാണ് അവരുടെ സൂപ്പർ കോംബോ ആണെന്നുള്ളത്. അക്കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നോറയാണോ ജാസ്മിനെയാണോ കൂടുതൽ ഇഷ്ടം? അതായത് ഒരു കോയിനിൽ 2 വശമില്ലേ, അതുപോലെയാണ് എനിക്ക് നോറയും ജാസ്മിൻ. എന്നെ കൊണ്ട് വയ്യ ഡയലോഗ്. ആതിര സോമരാജൻ, റീഎൻട്രി ടൈമിൽ ശ്രീജുനോട് പറയണം എല്ലാവരും അവരെ ഇഷ്ടമാണെന്ന് ഞാൻ പറയും. ഓക്കെ പറയാം. വാട്ട് യു തിങ്ക് അബൌട്ട് ശ്രീജുൻ പ്രപ്പോസൽ? സോറി, ഞാനത് കണ്ടിട്ടില്ല. മോസ്റ്റ് ഓഫ് ദം വാച്ചിങ് BB ഫോർ ശ്രീജുൻ, ടെൽ ദം ടു ബി ടുഗെദർ. ഞാൻ പറഞ്ഞേക്കാം.
അർജുൻ കട്ട സപ്പോർട്ട് കൊടുക്കൂലേ റീ എൻട്രി ടൈമിൽ? എല്ലാവർക്കും കട്ട സപ്പോർട്ട് കൊടുക്കും, അർജുൻ മാത്രമല്ല എല്ലാവർക്കും കട്ട സപ്പോർട്ട് കൊടുക്കും. ഡിഡ് യു ഫീൽ വേസ്റ്റഡ് ബൈ ജാസ്മിൻ ആൻഡ് ഗബ്രി? എനിക്ക് മനസ്സിലായില്ല. യുവർ വോട്ട് ഫോർ അങ്ങനെ ഇപ്പോൾ പറയൂല, ഞാൻ ഓരോ ദിവസം എനിക്ക് മീൻസ് വോട്ട് എങ്ങനെയാണ് നോക്കിയിട്ട് ആർക്കാണ് കുറവ് അതനുസരിച്ച് ചെയ്യും. ബിഗ് ബോസ് ചേച്ചിയുടെ ലൈഫിൽ കൊണ്ടുവന്ന ഒരു മാറ്റം, ലൈഫിൽ എത്രമാത്രം എൻജോയ് ചെയ്തു ആ ടൈം? ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു വേറൊരു ലോകമാണ്, നമ്മുടെ റിയാലിറ്റി എന്ന് പറയുന്നത് വേറൊരു ലോകമാണ്. അപ്പോൾ ബിഗ് ബോസിൽ നിന്ന സമയത്ത് അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ അനുഭവിച്ചിട്ടുമുണ്ട്. അതൊരു ഞാൻ പറഞ്ഞില്ലേ ഒരു ഡിഫറെൻറ്റ് ലൈഫാണ് അവിടെ. അപ്പോൾ അതിൽ നമുക്ക് സർവൈവൽ എന്ന് പറയുന്നതാണ് അവിടുത്തെ തീം തന്നെ. അപ്പോൾ സർവൈവ് ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു ടാസ്ക്. അത് അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഹാപ്പിയാണ്, ആ ലൈഫ് ഹാപ്പിയാണ്. പുറത്തിറങ്ങിയതിന് ശേഷം എപ്പിസോഡൊക്കെ കാണാറുണ്ടോ? ഇല്ല. ഹായ്, ഇന്നലെ അർജുൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്? സൂപ്പറായിരുന്നു. അർജുൻ്റെ ഇന്നലത്തെ ടാസ്ക് അടിപൊളിയായിരുന്നില്ലേ റസ്മിൻ ബായ്? യെസ്, ടാസ്ക് അടിപൊളിയായിരുന്നു. ഇന്നലെ BB6 അർജുൻ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു? ആര് കപ്പടിക്കുമെന്നാണ്? അർജുൻ്റെ പെർഫോമൻസ് ഞാൻ പറഞ്ഞത്, അർജുൻ അടിപൊളിയാണ്, ആ കാര്യത്തിലൊക്കെ അർജുൻ സൂപ്പറാണ്. കപ്പടിക്കണം, ആര് കപ്പടിക്കും എന്നുള്ളത് ഇപ്പോൾ ഭയങ്കര ഡൗട്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുറച്ച് പേരൊക്കെ നല്ല രീതിയിൽ കയറി വരുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഡിസർവിങ് ആയിട്ടുള്ളൊരു കപ്പടിക്കട്ടെ. എൻ്റെ ആഗ്രഹം ജാസ്മിൻ ഓർ അർജുൻ കപ്പടിക്കണം എന്നാണ്. പാട്ടിൻ്റെ ലോകം ചേച്ചി ഒരു ഹായ് തരൂ. ഹായ് ചേച്ചിയുടെ വലിയ ഫാനാണ്. ഹായ് ഡിയർ. റീഇൻട്രൊഡ്യൂസിങ് ജോക്കർ, വൈ ഡിഡ് യു ഗോ ടു ബിഗ് ബോസ്? യുവർ ഗെയിം വാസ് അട്ടർ ഫ്ലോപ്പ്, യു ഹാവ് മെയ്ഡ് 0 ഇമ്പാക്റ്റ്. അങ്ങനെയാണോ? ഓക്കെ ബ്രോ, നിങ്ങളുടെ അഭിപ്രായം അതാണ്, ഞാനത് കേൾക്കുന്നു. അടുത്തത്, ആർ യു മിസ്സിങ് BB6? യെസ്, എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. പല ടാസ്കുകളൊക്കെ കാണുമ്പോൾ അയ്യോ നല്ല അടിപൊളി ടാസ്ക് എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. BBയിൽ നിന്ന് പുറത്താവാൻ താല്പര്യം ഉണ്ടായിരുന്നോ? അയ്യോ, ഒരു സമയത്ത് നമുക്ക് എങ്ങനെയെങ്കിലും പോയാൽ മതി എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതുമുണ്ട്, അതില്ല എന്നൊന്നും പറയില്ല. ഗബ്രിയുടെ നമ്പർ ഒന്ന് തരുമോ റസ്മിൻ? നീതു ജഫിൻ. ഗബ്രീൻ്റെ ഇൻസ്റ്റാ പേജിൽ കയറി ഗബ്രീനോട് തന്നെ ചോദിച്ചോളൂ. ജാസ്മിനെ ഇഷ്ടമാണോ? എബൌട്ട് ഹെർ ഞാൻ നേരത്തെ പറഞ്ഞു, ജാസ്മിൻ്റെ കാര്യങ്ങൾ. ജാസ്മിൻ ആരാ നിങ്ങൾക്ക്? ജാസ്മിൻ്റെ ഫ്രണ്ട്. ജാസ്മിൻ മനുഷ്യത്വത്തിൻ്റെ പരിഗണന അർഹിക്കുന്നില്ല എന്നകത്ത് നിന്ന് പറയുന്നു. അഭിപ്രായം? അകത്ത് അങ്ങനെ പറയുന്നുണ്ടെന്നോ? അവളൊരു മനുഷ്യനാണ് ഗൈസ്. അവൾ അവിടെ അനുഭവിച്ച അത്ര വേറെ ആരും എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബോസ് സീസണിൽ ആരും അനുഭവിച്ചിട്ടില്ല. അപ്പോൾ ജാസ്മിൻ ഇത്തിരി മനുഷ്യത്വം അവൾ ചെയ്ത, അതായത് അവൾ ആദ്യമേ ചെയ്ത കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ശരിയല്ല. ആഫ്റ്റർ ഓൾ ഇതൊരു റിയാലിറ്റി ഷോ ആണ്, ഇതൊരു ഗെയിം ഷോ ആണ്. അതിനെ അങ്ങനെയായിട്ട് എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ഞാൻ പറയാണ്. പോടി കുരങ്ങി ജോബിൻ. ഓക്കെ, താങ്ക് യു ജോബിൻ. സിബിൻ പറഞ്ഞു നടക്കുന്നത് മുഴുവൻ കളവാണെന്ന് എനിക്ക് തോന്നുന്നു. അഭിപ്രായം പറയും. യെസ്, ആക്ച്വലി ഞാൻ എൻ്റെ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ സിബിൻ്റെ കാര്യം ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ സിബിൻ പറയുന്ന കാര്യത്തിൽ എനിക്കും അങ്ങോട്ട് വിശ്വസിക്കാനുള്ള ഇതൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ അതിൻ്റെ അകത്ത് നിന്ന ആൾക്കാരാണ്, ഞങ്ങൾ പല രീതിയിലും സിബിൻ്റെ കാര്യങ്ങൾ അവിടെ കണ്ട ഒരാളാണ്. പക്ഷെ പുറത്തിറങ്ങിയിട്ട് ഞാൻ ഇന്നലെ ഞാൻ സിബിനെ കണ്ടു. ഇന്നലെയാണ് ഞാൻ സിബിനോട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ സംസാരിച്ചപ്പോൾ സിബിൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഞാനത് കേട്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നിപ്പോയി സിബിനോട്. അപ്പോൾ അത് പക്ഷേ എത്രമാത്രം അതിൽ ശരിയുണ്ട് എന്നുള്ളത് എനിക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല. പക്ഷേ സിബിന് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ശരിയാണെങ്കിൽ അത് ശരിക്കും ഭയങ്കര തെറ്റായിട്ടുള്ളൊരു എന്താ പറയുക ഒരു ആക്റ്റാണ്. അപ്പോൾ അതിനോട് എനിക്കും യോജിക്കാൻ പറ്റില്ല. സിബിനോട് അവരങ്ങനെ ബിഗ് ബോസ് ഈ ടീം അങ്ങനെ ചെയ്തു എന്നുള്ളത് എനിക്കും അംഗീകരിക്കാൻ പറ്റില്ല. ഇഫ് ഹി ഈസ് റൈറ്റ്. യെസ്, അടുത്തത് റസ്മിൻ, നിങ്ങൾ എവിടെ? ഞാൻ എൻ്റെ വീട്ടിൽ. ഐ ആം അതുല്യ സുനിൽ. ഹായ് അതുല്യ. ബിഗ് ബോസിൽ വിശ്വാസമുള്ള വ്യക്തി ജാസ്മിനുമായി സൗഹൃദം തുടരുമോ? ബിഗ് ബോസിൽ എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള വ്യക്തികൾ ആരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും വിശ്വസിച്ച് കാര്യങ്ങൾ പറഞ്ഞേക്കുന്ന ഒരാൾ ശ്രീതുവാണ്, പിന്നൊന്ന് അപ്സരയാണ്, പിന്നൊന്ന് അർജുനാണ്. ജാസ്മിനോട് നോറനോടൊക്കെ പറയാറുണ്ട്. പക്ഷേ ഈ ശ്രീതു
അർജുൻ അപ്സരയായിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ പ്രശ്നങ്ങൾ അവിടെ കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കാരണം അവരെ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് തോന്നുന്നു. നോറയും ജാസ്മിനോട് ട്രസ്റ്റ് ഇല്ലെന്നല്ല, പക്ഷെ കൂടുതൽ ഇവരോടാണ് പറഞ്ഞേക്കുന്നത്. യെസ്, ഇനി എപ്പോഴാണ് ലൈവ് വരുന്നത് അറിയില്ല, നോക്കാം. മിസ്ന എൻ്റെ അനിയത്തിയാണോ? ജിൻഡോ സ്റ്റേറ്റൻ ഉയർ. ഓക്കെ, ഇനി എന്നാ തിരിച്ചു വരുന്നത്? 11-ാം തീയതി തിരിച്ചു വരും. ഡു യു റിമെമ്പർ അബി ഇന്ന് വീട്ടിൽ വരുന്നുണ്ട്. ഓ സോറി ഗൈസ്, അതെൻ്റെ അനിയനാണ്. യെസ്, അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി മതി, ഇനി ബാക്കി നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടി എനിക്ക് സ്റ്റോറി ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും പറയാണ്, എൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച സ്ഥിതിക്ക് പറയാണ്. ഞാൻ എൻ്റെ വീട് മട്ടാഞ്ചേരിയിലാണ്. മട്ടാഞ്ചേരി പുതിയ റോട്ടിലാണ് എൻ്റെ വീട് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഇപ്പം ഞാൻ PhDയും കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുന്നു. ആങ്കറിങ്ങും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലൊക്കെ ഫോക്കസ് ചെയ്യാനുള്ളൊരു ഉദ്ദേശത്തിലിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം, നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ എന്തൊക്കെയാണ് അറിയേണ്ടത്? തിരിച്ച് 11-ാം തീയതി ആകുമ്പോഴാണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് കയറുന്നത്. അപ്പോൾ വീട്ടിൽ കയറിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ് വീട്ടിൽ കയറാൻ വേണ്ടി. കാരണം എല്ലാവരും ഒരുമിച്ചുണ്ടാവും. അപ്പോൾ ആ ഒരു സന്തോഷം വേറെയാണ്. പിന്നെ കപ്പൊക്കെ ആരാണ് കപ്പടിക്കണതെന്നതിൻ്റെ ഒരു ആകാംക്ഷയുണ്ട്. കപ്പൊക്കെ അടിച്ച് കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും BB6-ലുള്ള എല്ലാവരെയും കൂട്ടി ഒരു ഗെറ്റ് ടുഗെദർ വെക്കുന്നതായിരിക്കും. നമ്മളെല്ലാവരും ഹാങ് ഔട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് വരുന്നതായിരിക്കും. പിന്നെ എന്താണ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു, എല്ലാവരും ഹാപ്പി ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു റിയാലിറ്റി ഷോ മാത്രമാണ്. ഇതിനെ ആ ഒരു ഗെയിമായിട്ട് കാണുക. അതായത് ബിഗ് ബോസ് ഹൗസിലും ഗെയിം നടക്കുന്നുണ്ട്, പുറത്തും ഗെയിം നടക്കുന്നുണ്ട്. പുറത്തത്തെ ഗെയിമിൻ്റെ ആവശ്യമുണ്ടോ ഗൈസ്? അതിനകത്ത് നിൽക്കുന്നവർക്കല്ലേ യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കണതെന്ന് അറിയുള്ളൂ. അപ്പോൾ നിങ്ങളിതിനൊരു ഗെയിമായിട്ട് മാത്രം കാണുക. പുറത്തിറങ്ങി വരുന്നവരെ ഭയങ്കര നെഗറ്റീവായിട്ട് അവരെ ട്രീറ്റ് ചെയ്യാതിരിക്കാൻ നോക്കുക. അതാരാണെങ്കിലും അങ്ങനെ ട്രീറ്റ് ചെയ്യാതിരിക്കാൻ നോക്കുക. കാരണം അവരവിടെ ഗെയിം കളിക്കാൻ പോയതാണ്. ചിലപ്പോൾ അവരവിടെ കാണിക്കുന്ന അവരുടെ റിയൽ സ്വഭാവം ആയിരിക്കില്ല. വളരെ കുറച്ച് പേര് മാത്രമായിരിക്കും യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ അങ്ങനെ കാണുക. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം. അപ്പോൾ നമുക്ക് പിന്നെയും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ഇനി എന്തെങ്കിലും അപ്ഡേറ്റ്സ് തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കൂ, നമുക്ക് അതുപോലെ ചെയ്യാം. ഓക്കെ, പിന്നെ എന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക. ഈ കാര്യങ്ങളിൽ എനിക്ക് നോളജ് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശരി, ബായ്.